കമാൽ പാഷ സാർ, എന്തുകൊണ്ടാണ് പിന്നീട് സർക്കാർ ഇപ്പോൾ ഈ ഡോക്ടർ ഹാരിസിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്നത്, അദ്ദേഹത്തെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നത്? ശ്രീ ഗോപികൃഷ്ണൻ, നമ്മൾ കാണേണ്ട ഒരു കാര്യം, അതായത് ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരാതികൾ രോഗികൾക്കുണ്ട്. കാരണം അവിടെ അത്രത്തോളം കൂടുതൽ രോഗികളുണ്ടതാണ്, അത് സംശയമില്ല. അപ്പോൾ ഇവരെ എല്ലാം ഉൾക്കൊണ്ട് അവരെ എല്ലാം വേണ്ട വിധത്തിൽ ചികിത്സിക്കാനും ഒക്കെ ഉള്ള ഒരു മെഷീനറി അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം യൂറോളജിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് തലവനാണ് അദ്ദേഹം. നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ്, വളരെ ആത്മാർത്ഥതയുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ആരുടെ ഇന്ന് പണം വാങ്ങുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, പ്രൈവറ്റ് പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു മോട്ടോർ സൈക്കിളിനകത്ത്, ഒരു പൾസർ ബൈക്കിനകത്ത് അവിടെ വരും. സാധാരണ അങ്ങനെ ഒരു ഡോക്ടർ വരും നമുക്ക് കാണാൻ കിട്ടത്തില്ല ഇന്നത്തെ കാലത്ത്. അത്ര അദ്ദേഹത്തോളം പ്രായമുള്ള ഒരാൾ, 56 വയസ്സേ ഉള്ളൂ. ഇനി ഒരു 6 വർഷത്തെ സർവീസ് കൂടെ ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ അലട്ടുന്ന പ്രശ്നമെന്ന് പറയുന്നത്, അവിടെ ഒരു ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ അതിനുള്ള ഇംപ്ലിമെൻറ്റ്സ്, എക്യുപ്മെൻ്റ് ഇല്ല. ആ എക്യുപ്മെൻ്റ് ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒന്നും ചെയ്യാൻ ഒക്കാതെ വന്നപ്പോൾ ആ സ്ഥിതിവിശേഷം വന്നിട്ട് ഡോക്ടേഴ്സ് തന്നെ രോഗികളെടുത്ത് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഇത് വാങ്ങിപ്പിച്ച് ഇത് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇടപാടിലേക്ക് അവിടെ പോയിക്കൊണ്ടിരുന്നു പല ഡിപ്പാർട്ട്മെൻറ്റിലും. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഈ ആൾക്ക് ചിലർക്കൊരു പരാതി വരും. കാരണം ചിലർ പറയും, ഈ ഡോക്ടർമാർ ഇത് ഈ മെഡിക്കൽ ഇതുപോലെയുള്ള കമ്പനികളുടെ ഇന്ന് പണവും വാങ്ങിക്കൊണ്ട് ചെയ്യുന്ന പണിയാണിത്, അവർക്ക് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, അത് അവർക്ക് ഒരു റെഫർ ചെയ്ത് വിടുന്ന മാതിരിയുള്ള കാര്യമാണ്, അവിടുന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുക എന്ന് തോന്നും. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിനെ വളരെ ഹോണ്ട് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. അവസാനം ഒരു നിവൃത്തിയില്ലാതാണ് ഡോക്ടർ ഇത് പ്രതികരിച്ചത്. അത് ഒരുപാട് പ്രാവശ്യം അദ്ദേഹം അതിന് ആവശ്യമുള്ള സാധനം ഇന്നത് വേണമെന്നൊക്കെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പകർപ്പെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് കാണുന്നു, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എന്തായാലും ശരി, ഈ ഡോക്ടർ പറഞ്ഞത് സത്യമാണ് എന്നുള്ളത് പുറത്തു വന്നു. കാരണം ഡോക്ടർ പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് ഈ സാധനങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങൾ ഹൈദരാബാദിൽ നിന്ന് ഫ്ലൈറ്റിൽ എവിടെ എത്തിക്കാൻ പറ്റി പിറ്റേന്ന്. അപ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിലോ? ഇത് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ആർക്കാണ് ഇതിൻ്റെ പ്രയോജനം ഉണ്ടായത്? ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കുമാണ്. ബാക്കിയുള്ളവർക്കൊക്കെ വളരെ വിദേശത്തുമൊക്കെ പോയി ട്രീറ്റ് ചെയ്യാം. അപ്പം മന്ത്രിമാർക്കൊക്കെ അമേരിക്കയിലും കാനഡയിലും ഏതെങ്കിലും രാജ്യത്തും ഒക്കെ പോയി ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഇപ്പോഴത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അതിനുള്ള സൗകര്യമുണ്ടോ? ഇല്ല. അവർക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമാണോ അത്? ഇല്ല. ഇവിടുത്തെ എല്ലാം നമ്പർ 1 ആണ്. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് നമ്പർ 1 അല്ല. നേതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്പർ 1 അല്ല. പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നമ്പർ 1 ആയിട്ട് എടുക്കാം. പക്ഷേ അവിടെ ശസ്ത്രക്രിയ നടത്താനുള്ള സാധനങ്ങളില്ല, ഉപകരണങ്ങളില്ല എന്നൊരു ഡോക്ടർ വിളിച്ചു പറഞ്ഞപ്പോൾ അത് പറയാതെ എന്തു ചെയ്യും? കാരണം വേറെ മാർഗമില്ല. ഹി വാസ് റണ്ണിങ് ഫ്രം പില്ലർ ടു പോസ്റ്റ് യഥാർത്ഥത്തിൽ. അപ്പോൾ അദ്ദേഹം അത് പല മാർഗം നോക്കി, ഒന്നും നടക്കാതായപ്പോൾ ആ മനപ്രയാസം കൊണ്ട് ഇത് തുറന്നു പറഞ്ഞതാണ്. തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീമതി വീണ ജോർജ് പതിവിൽ കവിഞ്ഞ സാധാരണഗതിയിൽ ഇതിനെതിരെ വികലമായ ചില പ്രസ്താവനകളൊക്കെ നടത്തുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടെന്ന് എനിക്കറിഞ്ഞിട്ട് കഴിഞ്ഞ 4 ദിവസം വളരെ നന്നായിട്ട് പ്രശംസിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പ്രശംസിച്ച് ശ്രീമതി വീണ ജോർജ് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. നേരത്തെ ഗോപികൃഷ്ണൻ തന്നെ ഇവിടെ ചാനലിലൂടെ കേൾപ്പിച്ചല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ട് പോലും ഇത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ വേറെ ആർക്കും പ്രശ്നങ്ങളൊന്നും വന്നില്ല. അപ്പോൾ നമ്മുടെ ബഹുമാനീയനായ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തി. അത് നല്ല ഒരു അതായത് പേരെടുത്ത് പറഞ്ഞില്ല എന്നുള്ളേ ഉള്ളൂ. അതായത് ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല, പക്ഷേ തൊട്ട് കാണിച്ചു, അതേ ചെയ്തുള്ളൂ. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു പരാതിയുമായിട്ട് എത്തിയ ഡോക്ടർ നല്ല ആളല്ല എന്ന് പറയുന്നില്ല, എന്ന് വെച്ചാൽ നല്ല ആളാണ്. അദ്ദേഹം വളരെ കഠിനാധ്വാനിയാണ്, നന്നായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്, അഴിമതിക്കാരനൊന്നും അല്ല, അതൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ തുറന്നു പറച്ചിൽ മൂലം, അതാണ് പ്രശ്നം. അദ്ദേഹം തുറന്നു പറഞ്ഞല്ലോ, ആ പറച്ചിൽ മൂലം ഈ കേരളത്തിലെ ആരോഗ്യ മേഖല, വളരെ ഉന്നതിയിലുള്ള ആരോഗ്യ മേഖലയ്ക്ക് അത് കുറച്ച് അവമതിപ്പുണ്ടാക്കാൻ അത് ഉപകരിച്ചു എന്ന് പതുക്കെ പറഞ്ഞു. അതുവരെ മിണ്ടാതിരുന്ന സഖാക്കളൊക്കെ കൂടെ ഇത് കഴിഞ്ഞതിന് ശേഷം അങ്ങ് രംഗത്തിറങ്ങി. പിന്നെ വീണ ജോർജ് എന്ത് പറഞ്ഞെന്ന് എനിക്കൊന്ന് കേൾക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയാൻ വയ്യ. അങ്ങിറങ്ങി രംഗത്തിറങ്ങി കഴിഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനല്ല ഇങ്ങനല്ല, അയാൾ അങ്ങനാണ് ഇങ്ങനാണ്
ഇപ്പം സഖാക്കൾ എൻ ബ്ലോക്കായിട്ട് ഒന്ന് ചേർന്ന് അദ്ദേഹത്തിനെ അങ്ങ് ക്രൂശിക്കാനായിട്ട് ഇറങ്ങിയേക്കുകയാണ്. കാരണം അദ്ദേഹത്തിനെതിരെ അങ്ങ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രീ എം വി ഗോവിന്ദൻ മുതൽ താഴോട്ടുള്ള എല്ലാ ആളുകളും. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു. ഇനി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ സംഭവം, ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹം പറഞ്ഞത് ഞാനിത് ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞാണ്, ഇത് പറയാതെ പറഞ്ഞതുകൊണ്ട് പ്രയോജനം ഉണ്ടായല്ലോ. അപ്പോൾ അവിടെ ഈ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്, അവിടുത്തെ പ്രിൻസിപ്പലും സൂപ്രണ്ടും. യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അവരെ ആ സർവീസ് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലാത്ത അവരെയാണ്. കാരണം ഈ കള്ളം ഇതുപോലെ ജനങ്ങളോട് വിളിച്ചു പറയുക. ഒരു ഡോക്ടർ വിളിച്ച് സത്യം പറഞ്ഞപ്പോൾ അത് ശരിയാണ്, അതിന് ഇങ്ങനെ കുഴപ്പം. അപ്പോൾ ഇനി ശ്രീമതി വീണ ജോർജ് പറഞ്ഞതോ സിസ്റ്റമിക് ഫെയിലുവർ, അതായത് സിസ്റ്റത്തിൻ്റെ ഫെയിലുവറാണെന്ന്. അത് ഒരു മന്ത്രിക്ക് പറയാനുള്ള യോഗ്യത ഉണ്ടോയെന്ന് അത് ആലോചിക്കേണ്ടതാണ്. സിസ്റ്റത്തിൻ്റെ ഫെയിലുവർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടത് ആരാണ്? മന്ത്രി തന്നെയാണ്. സിസ്റ്റത്തിൻ്റെ ഫെയിലുവർ ഉണ്ടെങ്കിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെയോ ജനങ്ങളുടെയോ കുറ്റമല്ല അത്. ആ സിസ്റ്റത്തിൻ്റെ മുകളിലിരിക്കുന്ന ആളിൻ്റെ കുഴപ്പമാണ്, അത് നിയന്ത്രിക്കുന്നവരുടെ കുഴപ്പമാണ്. അതായത് ബ്യൂറോക്രാറ്റിക് ഫെയിലുവർ അവിടെ ഉണ്ടെന്നുള്ളതാണ് അർത്ഥം. ബ്യൂറോക്രാറ്റ്സിനെ അവിടെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? ഈ സാധനങ്ങൾ സമയത്ത് കിട്ടുന്നില്ല, മരുന്ന് കിട്ടുന്നില്ല രോഗികൾക്ക്, അവർക്ക് ശസ്ത്രക്രിയയായിട്ടുള്ള ഉപകരണങ്ങൾ കിട്ടുന്നില്ല. ഒരു MRI സ്കാൻ വേണമെന്നുണ്ടെങ്കിൽ 6 മാസം കാത്തിരിക്കണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഞാൻ കേട്ടതാണ്. അതുപോലെ അല്ലാതെ ഒരു CT സ്കാൻ വേണമെങ്കിൽ 1 മാസം കാത്തിരിക്കണം. ഇതൊക്കെ എന്നിട്ടാണ് നമ്മൾ നമ്പർ വൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊന്ന് പഠിച്ചു വന്നപ്പോൾ നമ്മുടെ യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ചിലവായിട്ട് ഇവിടെ ജനസംഖ്യ അനുപാതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ 32% കോൺട്രിബ്യൂഷൻ. ബാക്കി 68% ജനങ്ങൾ അവരുടെ കയ്യിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള കോൺട്രിബ്യൂഷനാണ്. പിന്നെ ഇത് പറഞ്ഞ കേരളം നമ്പർ 1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. തൊട്ടടുത്ത സംസ്ഥാനം ഉണ്ടല്ലോ തമിഴ്നാട്, അവിടെ 54% സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ. ഇതൊന്നും അല്ല, വളരെ പിന്നോക്കം നിൽക്കുന്ന ആസാം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഉണ്ടല്ലോ, 64% കോൺട്രിബ്യൂഷൻ അവിടെ ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ഇത് നമ്മൾ നമ്പർ 1 എന്ന് പറയാൻ. അതുപോലെ തന്നെ കർണാടകയിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിൽ പോലും കൂടുതലാണ്. അപ്പം ഞാൻ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെക്കുറിച്ച് ഞാൻ നോക്കിയിട്ടില്ല, എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമ്മളില്ലാത്ത അവകാശവാദങ്ങൾ എടുത്ത് പറയുക. പൊള്ളയായ അവകാശവാദങ്ങൾ പറയുമ്പോൾ അത് വെളിയിലേക്ക് മനുഷ്യർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. മാത്രമല്ല കമാൽ പാഷ സാർ, മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ഉപകരണങ്ങൾ ഇല്ലാതെ വരുന്ന സാഹചര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ മരുന്നുകളില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും, അതൊക്കെ സാധാരണ നിലയിൽ സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ. മാത്രമല്ല വീണ ജോർജ് പറഞ്ഞത് ഈ ഒരു ഒറ്റ സംഭവത്തിന്റെ പേരിൽ മുഴുവൻ സർക്കാർ ആശുപത്രികൾ മോശമാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കരുത്, അങ്ങനെ അടച്ചാക്ഷേപിക്കരുതെന്നാണ്. ഇപ്പോൾ കമാൽ പാഷ സാർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തെക്കുറിച്ച്, അവിടുത്തെ കിടത്തി ചികിത്സാ സൗകര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ചില അഭിപ്രായങ്ങളുണ്ട് അവരുടെ അനുഭവങ്ങളിൽ നിന്ന്. നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. താണ്ട് ഇത് നോക്കി നിങ്ങൾ അവർ ശരിയിട്ടേക്കുന്നത് ഇത് കണ്ട ആ ഒരൊറ്റ ഗുളിക മാത്രം ഇവിടെ ഉണ്ട്. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ കൊണ്ട് എന്നെ നോക്കിയപ്പം 2800 രൂപയുടെ ഗുളിക വെളിയിൽ നിന്ന് എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ചികിത്സ നടക്കണ്. പക്ഷേ കിടക്കാൻ സ്ഥലമില്ല. പിന്നെ ഒരു കട്ടിലിൽ 2-3 പേര് ചാളയെ നൊത്തോലി അടുക്കുകയല്ല, തറയിലാണ് അത്രയും പേരും കിടക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ ചർച്ചയിൽ ഒരു 1-2 പേരുടെ ഒരു അഭിപ്രായം എടുത്തു എന്ന് മാത്രം. കാരണം ധാരാളം ആളുകൾ പല ആശുപത്രികൾ ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ സാധാരണ നിലയിൽ നമ്മൾ നമ്മുടെ തന്നെ സംവിധാനത്തെ ഇങ്ങനെ ഇതിലൊരു രാഷ്ട്രീയമില്ലല്ലോ. കാരണം ഇതിപ്പോൾ ആര് ഭരിക്കുന്നു എന്നതല്ല, ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറേണ്ട കേരളത്തിൽ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ, നമുക്ക് എല്ലാ കാലത്തും ആശ്രയിക്കാൻ കഴിയേണ്ടുന്ന ആതുരാലയങ്ങൾ, അതിൻ്റെ ഒരു ദുരവസ്ഥയെക്കുറിച്ച് ഒരാൾ പറയുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ വാക്ക്, കമാൽ പാഷ സാർ, ഞാനൊരു പ്രൊഫഷണൽ സൂയിസൈഡാണ് ചെയ്യുന്നത്, കാരണം മറ്റു വഴികളൊന്നും മുന്നിൽ കാണുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് ഒരാൾ ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുക. അപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന രോഗികളെ ചികിത്സിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ അവർക്ക് അത് നൽകാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ ഞാൻ വഴിയൊന്നും മുന്നിൽ കാണുന്നില്ല എന്നതിൽ നിന്ന് ഉണ്ടായ തീരുമാനമാണ് ഇതെല്ലാം തുറന്നു പറയുക. അങ്ങനെ ഒരു പ്രൊഫഷണൽ സൂയിസൈഡാണ് ഞാൻ നടത്തിയിരിക്കുന്നതെന്നാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത്.